ഞാൻ ഈയിടെ ഡോക്ടറുടെ ഒരു വാർത്ത വായിച്ചത്, പാവപ്പെട്ട രോഗികൾക്ക് കൺസെഷൻസ് കൊടുക്കുന്നു, ഡോക്ടർ ഫീസ് എടുക്കുന്നില്ല, ഹോസ്പിറ്റൽ ഫീസ് എടുക്കുന്നില്ല. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? എന്താ ശരിക്കും ഉണ്ടായത്? ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാവരും ചേർന്നിട്ട് ആ പർട്ടിക്കുലർ പേഷ്യൻറ്റിന് അവർക്ക് ചാർജസ് വേണ്ട. ഈവൻ ഹോസ്പിറ്റൽസ് ഓൾസോ കോംപ്രമൈസിങ് ഓൺ അവർ ചാർജസ്. ആൻഡ് വി ഹാവ് ദ എക്സ്പെൻസ് ഓഫ് മെഡിസിൻ ആൻഡ് കൺസ്യൂമേഴ്സ്. അതിലേക്ക് കുറച്ച് കൊണ്ടുവന്ന് അവരെ അക്കോമഡേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഈ പദ്ധതി വെച്ചിരിക്കുന്നത്. ആൻഡ് ഐ എം കോൺഫിഡൻറ്റ് ദാറ്റ് ഐ ക്യാൻ ഡു ഇറ്റ്. ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ പാസ്റ്റ് സോ മെനി ഇയേഴ്സ്. എന്നിട്ടും അതിപ്പോൾ താങ്ങാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. സി, ഐ ഹാവ് പേഷ്യൻസ് ഹു നോ മീ, ഇപ്പോഴും എന്നെ കാണാൻ വരാറുണ്ട്. അവർ ഒരു 1 റുപ്പി കയ്യിലില്ല. ചെറിയ കുഞ്ഞിന് ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണം. 20 ലക്ഷം രൂപയാവും ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റലിലെ കോസ്റ്റ്. ആ 1 രൂപ കയ്യിലില്ലാണ്ട് ഞാൻ പൈസ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ആ കൊച്ചിന് ഉണ്ടാവില്ല. അവർക്ക് 20 ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിൽ എത്ര മാസം എത്ര വർഷം എടുക്കുമെന്ന് എനിക്കറിയാം. ആ കൊച്ചിന് ഉണ്ടാവില്ല. പക്ഷേ അവിടെ ഞാൻ കാണിക്കുന്ന അറിയാം, നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തോളൂ, ബാക്കി വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം എന്നൊരു വാക്ക് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഫണ്ട് എങ്ങനെയൊക്കെ വരും, പക്ഷേ ആ കൊച്ചിന് ചികിത്സ സമയത്ത് നടന്നിരിക്കും. അതിൽ ഞാൻ പാലിക്കുന്ന ഒരാളാണ്. അത് ഭയങ്കര എല്ലാവർക്കും കൊണ്ട് ചിന്തിക്കാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണത്. അത് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ സഹായിക്കാൻ ഒരുപാട് ഡോക്ടേഴ്സ് അന്നുമുണ്ട് ഇന്നുമുണ്ട്.